ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് ഫ്ലവർ വേസാണ് ശരിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്ത് അത് റൗണ്ടിന് കട്ട് ചെയ്ത്, ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അതിൻ്റെ മുകളിലത്തേക്കൊരു ഒരു കവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. ഇതേ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ആദ്യത്തെ കൂടെ ഒരു ഫ്ലവർ ഷേപ്പിലാണ് അത് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ്, അപ്പം നല്ലൊരു ഷേപ്പുണ്ട്, നല്ല ഷേപ്പുള്ളൊരു ബോട്ടിലായതുകൊണ്ട് അതിങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇനി അത് ഫ്ലവറിന് വേണ്ടിയിട്ട് ക്രേപ്പ് പേപ്പറാണ്. നമുക്ക് സാറ്റേൺ റിബണും അതുപോലെ തന്നെ സോക്സ് അതുപോലെ തന്നെയാണ് ഓർഗാനിക് ക്ലോത്തിനെയും കാഴിയും ഇതും മനോഹരമായിട്ടാണ്. ഇത് ക്രേപ്പ് പേപ്പറാണ്. എല്ലാം കൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. ആ ഫ്ലവറിൻ്റെ ഷേപ്പ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിൽ ഷേപ്പ് എടുക്കുകയാണ്. ഇതുപോലെ ഷേപ്പ് എടുത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ അവർ കർവ് ലൈൻ ഇതുപോലെ കട്ട് ചെയ്ത് 2, 3, 4, 5 മടക്കാകുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഇത്രയും ഷേപ്പുകൾ നമുക്ക് കിട്ടും. അതെല്ലാം ഒന്നിന് മേലെ വെച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് ഓരോന്നിന് മീതെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇതിപ്പം ഒരു 2 ലെയറാണ് ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം, അതിൻ്റെ ആവശ്യമേ ഉള്ളെന്ന് തോന്നി. ചെറിയൊരു ഫ്ലവർ അതിൻ്റെ സെൻറ്ററിൽ യെല്ലോ കളർ മുമ്പും കാണിച്ചിട്ടുണ്ട്, കട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഗോൾഡൻ വയറിൽ ചുറ്റി വരിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പം ആ ഒരു ഫ്ലവറിലോട്ട് നമ്മൾ വെക്കാനായിട്ട് പച്ച കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ടേപ്പ് വെച്ച് ചുറ്റി വരിഞ്ഞ് നീറ്റാക്കി എടുക്കുക. നല്ലൊരു ഫ്ലവറായി. പിങ്ക് കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി. പിങ്ക് കളർ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ ഏത് കളറായാലും അതിൻ്റേതായിട്ടൊരു മനോഹര ഇതുണ്ട്. ഇതുപോലെ ഒരു 4-5 ഫ്ലവേഴ്സ് പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഫെവിക്കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റി. അതുപോലെ ചെയ്തെടുത്തതാണ്. ഇനിയെന്ന് പറഞ്ഞാൽ ആ ഒരു വേസിന് നമ്മൾ ഇതുപോലെ നമ്മൾ കളർ ചെയ്തിട്ടതെല്ലാം അതുപോലെ ആ തണ്ടിലോട്ട് ആ ഫ്ലവറിനോട് ചേർന്ന് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആ ഫ്ലവർ വിരിഞ്ഞ് എടുക്കുന്നിടത്ത് ആ ഒരു പച്ച ലീവ്സിന് പകരം ആ ഒരു സൈഡിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ എല്ലാം കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയോടുകൂടി ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ബോട്ടിൽ നമ്മൾ ഫുൾ യെല്ലോ കളർ അടിച്ചിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ റെഡ് കളർ കൊണ്ട് ലൈൻ ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ യെല്ലോ കളർ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ഇതിൽ വേസുകൾ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽസുകളിൽ നിന്നും ഒരുപാട് വേസുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് സാവകാശം അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡ് കളർ കൊണ്ട് ലൈൻ ചെയ്തെടുക്കുകയാണ്. ലൈൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ റെഡ് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ പിങ്ക് കളറും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഫ്ലവർ അതിനോട് സാമ്യമുള്ള കളർ ആയതുകൊണ്ട് ഞാനത് യെല്ലോ കളർ കൊടുത്ത് റെഡ് കളർ ബോർഡറും കൊടുത്ത് ചെറിയൊരു ഡിസൈനും കൊടുത്തു കഴിഞ്ഞ് അത് സ്റ്റോൺ വെച്ച് ഒട്ടിക്കുകയും കൂടിയാണ് നമുക്ക് ഇഷ്ടം. അതിൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പം യെല്ലോ കളറിൽ സ്റ്റോൺ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു ബോട്ടിൽസുകളാണ്. ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്റ്റോണും ആക്കി ആ ഒരു ഫ്ലവറും ലീവ്സും ഒക്കെ ആക്കി മനോഹരമാക്കി എടുക്കാൻ പറ്റും.